നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളൊരു സിംഗിൾ പെറ്റിലാണ് ഇത് കാണിച്ചു തരുന്നത്. പല ആളുകളും മഴക്കാല സംരക്ഷണം എന്ന പേരിൽ അടീനിയത്തിൻ്റെ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നും. കാരണം ചില കാര്യങ്ങൾ മിസ്റ്റേക്കാണ്. അത് ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യണം. കാരണം അതൊരു വില കൂടിയ ചെടിയാണ്, നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഈ തമ്പനയിൽ കണ്ടിട്ട് അടീനിയത്തിൻ്റെ മഴക്കാല സംരക്ഷണത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അടീനിയം ചെടി ചീഞ്ഞു പോകും. എല്ലാവരും തമ്പനയിൽ അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലെ കണ്ടന്റിൽ ശ്രദ്ധാപൂർവം മാറ്റം വരുത്തണം. അതൊരു റിക്വസ്റ്റാണ്. നമുക്ക് ഇനി മഴക്കാലത്തിൻ്റെ മുന്നേ, ഇതാ മഴ തുടങ്ങുകയാണ്, ഈ സമയത്ത് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ സാധാരണ ചെയ്യാറ് മെയ് 15-ാം തീയതി 15-20 തീയതിക്ക് ശേഷം ഒരു വളവും കൊടുക്കില്ല. മെയ് ഫസ്റ്റ് വീക്ക് തൊട്ട് 20-ാം തീയതി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ഈ ചെടിക്ക് ആവശ്യമായ തോതിലുള്ള വളങ്ങൾ കൊടുക്കും. അത് എല്ലുപൊടി ഞാൻ ഈ ലാസ്റ്റ് സമയത്ത് കൊടുക്കില്ല, ഫംഗസ് വരാൻ സാധ്യത കൂടുതലാണ്. റോക്ക് ഫോസ്ഫേറ്റ്, മണ്ണിര കമ്പോസ്റ്റ്, അത് മെയ് മാസത്തിലോ ഏപ്രിൽ ലാസ്റ്റിലോ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സൈഡ് മാത്രം ഒന്ന് ചിനക്കി കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ മേലെ മണ്ണിട്ട് മൂടും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ജൈവ രീതിയിലാണെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് രാവിലെ സമയത്ത് അടുപ്പിച്ചൊരു 4 ദിവസത്തെ ഇടവേളകളിൽ ചെടിക്ക് അടിച്ചു കൊടുക്കുക. 4-5 ദിവസത്തെ ഇടവേളകളിൽ ഇതിൻ്റെ മേലെ അടിച്ചു കൊടുക്കാം. ഇനി അല്ല ജൈവ രീതിയിലല്ല രാസരീതിയിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ 30-10-10 ഇതുപോലെ 5-6 ദിവസം ഇടവേളകളിൽ അടിച്ചു കൊടുക്കാം. അതോടൊപ്പം മെയ് 20-ൻ്റെ മുൻപേ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 1/2 സ്പൂണ് അല്ലെങ്കിൽ ചെടിക്കനുസരിച്ച് 1/4 സ്പൂണ് DAP നനച്ചതിന് ശേഷം ചെടിയുടെ ചൂട്ടിലിട്ട് കൊടുക്കുക. കട പിടിച്ച് ഇളക്കരുത് കേട്ടോ. ഇത് മെയ് 20-ഓടുകൂടി എല്ലാ വളപ്രയോഗവും നിർത്തുക. അത് കഴിഞ്ഞിട്ടുള്ള ജൂൺ 1-ാം തീയതി വരെയുള്ള ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അതിലുള്ള കേടുള്ള ഇലകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു കളയാം. പ്രൂണിങ് ചെയ്യരുത്. മെയ് 20-ൻ്റെ ശേഷമാണ് നിങ്ങൾ പ്രൂൺ ചെയ്യുന്നതെങ്കിൽ ഈ കൊമ്പിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങുന്നതിനും അല്ലെങ്കിൽ തണ്ടുതുരപ്പൻ പുഴു കയറുന്നതിനൊക്കെ സാധ്യത ഉണ്ട്. എല്ലാവരും പറയും പൂവൊക്കെ കഴിഞ്ഞൊന്ന് പ്രൂൺ ചെയ്യരുത്. അത് വളരെ ഡേഞ്ചറാണ്. കാരണം ആ പൊടിപ്പ് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ മുറിച്ച ഭാഗത്തുകൂടെ തണ്ടുതുരപ്പം പോവുകയും കീടങ്ങളുടെ ആക്രമണം കൂടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പ്രൂൺ ചെയ്യുന്നത് എപ്പോഴും മുന്നത്തെ മാസങ്ങളിൽ അല്ലെങ്കിൽ ലാസ്റ്റ് പ്രൂൺ ചെയ്യാൻ പറ്റിയ സമയം തന്നെ ഏപ്രിലാണ്. ഏപ്രിൽ ഫസ്റ്റ് ഇതിലൊക്കെ പ്രൂൺ ചെയ്തിട്ട് പൂവില്ലാത്ത സമയമാണെങ്കിൽ ഏപ്രിലിൽ പ്രൂൺ ചെയ്തെടുക്കാം. മെയ് ചെയ്ത് കഴിഞ്ഞാൽ അടീനിയത്തെ സംബന്ധിച്ച് മാത്രം ഫംഗസ് വരാനുള്ള സാധ്യതയും തണ്ടുതുരപ്പം വരാനുള്ള സാധ്യതയും വളരെ കൂടും. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ തല മുറിച്ചിട്ട് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് തേക്കാം, അല്ലെങ്കിൽ ടോപ്പിംഗ് നടത്താം എന്നൊക്കെ, നമ്മൾ എന്തെങ്കിലും പശ തേക്കാം, പെയിൻറ്റ് തേക്കാം എന്നൊക്കെ കരുതിയാലും അത് നല്ല ശക്തമായ മഴയിൽ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത. അപ്പോൾ പരമാവധി പ്രൂണിങ് ഒഴിവാക്കുകയാണ് നല്ലത്. ഇതിൻ്റെ കടക്കിൽ വളം ഇട്ട് ഇളക്കുന്നതിനെ സംബന്ധിച്ച് ഈ മഴയോടനുബന്ധിച്ച് നിങ്ങൾ ജൈവവളം ഇട്ടിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ അവിടെ ഫംഗസ് വരാനുള്ള സാധ്യത കൂടും. പിന്നെ വേര് പടലങ്ങൾ നിങ്ങൾ മണ്ണ് ഒരു കത്തിയോ ഒരു എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ച് ചെറിയ മണ്ണ് ഇളക്കുന്ന സാധനങ്ങളോ ടൂൾസോ ഒക്കെ ഉപയോഗിച്ച് മണ്ണൊക്കെ നന്നായി ഇളക്കുമ്പോൾ അതിൻ്റെ വേരുപടലങ്ങൾ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. ആ വേരുപടലങ്ങൾ പൊട്ടുന്നത് നമ്മൾ അറിയില്ല മണ്ണിൻ്റെ ഉള്ളിൽ കുത്തി ഇളക്കുമ്പോൾ. ആ സമയത്ത് അതിൻ്റെ മേലെ കുറച്ച് ജൈവവളങ്ങളും കൂടി ഇട്ടു. പിന്നെ പെട്ടെന്ന് മഴ വന്നു, ഫംഗസ് കയറി, കോഡക്സ് ചീഞ്ഞു പോയി. കുറേ സാഫിൽ തേക്കും, കെട്ടിത്തൂക്കും, മരത്തിൻ്റെ കൊമ്പത്ത് കെട്ടിത്തൂക്കും, തണലത്ത് കെട്ടിത്തൂക്കും, വെയിലത്ത് കെട്ടിത്തൂക്കും, ഒക്കെ അഭ്യാസങ്ങൾ നടത്തും. അത് പരമാവധി ഇതിൻ്റെ കട പിടിച്ച് കുത്തി ഇളക്കാതിരിക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ ജൂൺ മാസത്തിനോടനുബന്ധിച്ച്, അതായത് മെയ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് കഴിഞ്ഞാൽ 15-ാം തീയതി ശേഷം നമ്മൾ ചെടി ചോദിക്കുന്നവരോട് ഇപ്പോൾ വേണ്ട, ഞാൻ അടുത്ത ഓണമൊക്കെ കഴിയട്ടെ എന്നാണ് പറയുക. ചെടി ആര് ആവശ്യപ്പെട്ടാലും. അതിൻ്റെ കാരണം, ഞാൻ ചെടി പറിച്ചെടുത്ത് അയച്ചു തന്നാൽ ആ പറിച്ചെടുത്ത സമയത്ത് വേരുപടലങ്ങളൊക്കെ ചെറുതായിട്ട് പൊട്ടും. ഓപ്പണായിട്ട് അയക്കുക. അത് നിങ്ങളടുത്തെത്തുമ്പോൾ നിങ്ങൾ കുഴിച്ചിടണ മണ്ണ് നനഞ്ഞ മണ്ണിലേക്ക് വരും, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട ശേഷം പിറ്റേ ദിവസം തൊട്ട് മഴ പെയ്യും. മഴ പെയ്ത് വെള്ളം അതിൽ വരും, ചെടി ചീഞ്ഞു പോകും. അപ്പോൾ ഈ മെയ് മാസം ലാസ്റ്റ് തൊട്ട് ജൂൺ ഈ സമയങ്ങളിൽ മഴ സമയത്ത് പുതിയ അടീനിയം വാങ്ങി നടുമ്പോൾ അത് ആ ചട്ടിയിലുള്ള മണ്ണോടുകൂടി തന്നെ വാങ്ങി നടാനും അത് മഴ തട്ടാതിരിക്കാനുള്ള സ്ഥലത്തേക്ക് വെക്കാൻ നോക്കുക. അല്ലാതെ ബെയർ റൂട്ടായിട്ട് പറിച്ചെടുത്ത ചെടി വാങ്ങി നടുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലെങ്കിൽ UV ഷീറ്റിൻ്റെ ഷെഡുള്ള ആളുകളാണ്
ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് ഈ പുതിയ തൈ വാങ്ങി നടുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അടുത്ത മറ്റൊരു കാര്യം, ഇപ്പം നല്ല രീതിയിൽ നിങ്ങളെ കയ്യിലുള്ള ഒരു ചെടിയെ നിങ്ങൾ മഴയത്ത് വെക്കുകയാണെങ്കിൽ, ഒരു 2 കൊല്ലമൊക്കെ മഴ കൊണ്ട് പരിചയമായ ചെടിയാണെങ്കിൽ അതിൽ റീപോട്ടിംഗ് ഒന്നും ഇപ്പം അടുത്ത് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചെടി മഴയത്ത് വെച്ചാലും കേടുവരില്ല. കാരണം വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ വാർന്നു പോവും. അതിൻ്റെ ഉള്ളിലെ പറ്റുവേരുകളും മണ്ണും തമ്മിൽ നന്നായി ബോണ്ടായി നിൽക്കും. എൻ്റെ കുറേ ചെടികൾ ടെറസിൽ എല്ലാം മഴ കൊണ്ടിരിക്കുന്ന ചെടികളുണ്ട്, ഒരു കേടുവരാറില്ല. ഇനി ഒരു മഴ അല്ലെങ്കിൽ 2 മഴ കൊണ്ടു, അപ്പോൾ നിങ്ങൾക്ക് പേടി തോന്നി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ആ ചെടി എടുത്തിട്ട് നിങ്ങളുടെ ഷെഡിലേക്ക് നീക്കി വെച്ചു. അപ്പോൾ വരുന്ന പ്രശ്നം, ആ ചെടിയുടെ ചുവട്ടിലുള്ള ഫംഗസ് അല്ലെങ്കിൽ ഈർപ്പം കാരണം ആ ചെടി ഫംഗസ് കൂടുതൽ ബാധിച്ചിട്ട് വളരെ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ മഴ നന്നായി കൊണ്ട് കഴിഞ്ഞ ചെടി എടുത്ത് ഉള്ളിലേക്ക് വെക്കരുത്. ആ മഴയിൽ തന്നെ വെക്കാം. മഴ മാറി അടുത്ത വെയിലിൽ അതിന് ഉണക്ക് വന്നു കഴിഞ്ഞാൽ, മണ്ണുണക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം അതിനെ എടുത്തിട്ട് മാറ്റി വയ്ക്കാൻ നോക്കുക. ഇതാണ് അടുത്തൊരു ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചെടിയുടെ ഉള്ളിലേക്ക് വെള്ളം വരാതിരിക്കാൻ ചില ആളുകൾ കവർ കൊണ്ട് ഇങ്ങനെ മൂടുന്ന സമയത്ത് മൂടി ലൂസാക്കിയിട്ട്, അതായത് കവർ ഇങ്ങനെ ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ചില ആളുകൾ ഇവിടെ കെട്ടിവെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുഴുങ്ങൽ കൂടിയിട്ട് ഈർപ്പം കൂടുതൽ അതിൽ വന്ന് നിൽക്കുകയും ജൈവവളങ്ങളുടെ അംശം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഫംഗസ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതും ഒഴിവാക്കുക. മഴയത്ത് വെക്കുന്ന ചെടി മഴയത്ത് തന്നെ ഇരുന്നോട്ടെ. അല്ല, മഴ കൊള്ളുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് വെയിൽ തട്ടുന്ന മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് നീക്കി വയ്ക്കാം. ഇനി ഒരു ചെടിക്ക് നന്നായി മഴ കൊണ്ടു, നിങ്ങൾക്ക് പേടിയായി ചെടി ചീഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ചെടിയുടെ അടുത്തേക്ക് ഒരു ഇൻകാൻഡസൻ ലാമ്പ്, പഴയ മഞ്ഞ ബൾബ് കത്തിച്ചിട്ട് ഒരു റെഗുലേറ്റർ വെച്ച് അതിൻ്റെ ചൂട് കൺട്രോൾ ചെയ്ത് വേണമെങ്കിൽ ടൈമർ വെച്ച് ആ മണ്ണ് മുഴുവൻ ഉണക്കിയെടുക്കാനും സാധിക്കും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അനാവശ്യമായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് ഇതിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കരുത്. ഒരു തവണ ലൈറ്റായിട്ട് മഴ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ മഴ കൊണ്ടു കഴിഞ്ഞതിന് ശേഷമോ ഇലകളുടെ മേലെ ലൈറ്റായിട്ട് ഒരു സ്പ്രേ മാത്രം കൊടുത്താൽ മതി. പിന്നെ ചുവട്ടിൽ ജൈവവളം ഉണ്ടെങ്കിലും ചീച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് കൊടുക്കാം. ഈ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് നല്ല അണുക്കളെയും കൂടി നശിപ്പിക്കും എന്നുള്ളത് കൊണ്ട് അനാവശ്യമായ രീതിയിലുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കുകയാണ് അടീനിയത്തിന് നല്ലത്. അപ്പോൾ അടീനിയത്തിന് മഴ കൊള്ളാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. മഴ കൊണ്ടിരിക്കുന്ന അടീനിയങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് റീപോർട്ട് ചെയ്യാത്ത അടീനിയങ്ങൾ അങ്ങനെ മഴയത്ത് വെക്കാം. അല്ലാത്ത അടീനിയങ്ങൾ മഴ കൊള്ളാത്ത എന്നാൽ വെളിച്ചം തട്ടുന്ന സ്ഥലത്തേക്ക് നീക്കി വയ്ക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനത്തെ ചട്ടികൾ എടുത്തിട്ട് നിങ്ങൾ നിലത്ത് നേരെ വെക്കരുത്. മതിലിൻ്റെ മേലെയൊക്കെ വെക്കുമ്പോൾ മഴത്തുള്ളികൾ മതിലിൻ്റെ മേലെയോ നിലത്തോ തട്ടി ചട്ടിയിലേക്ക് തെറിക്കുകയാണെങ്കിൽ ഫൈറ്റോഫ്തോറ പോലെയുള്ള പലതരം ഫംഗസുകളൊക്കെ അതിലേക്ക് വന്നിട്ട് അണുക്കളൊക്കെ വന്നിട്ട് ചെടീനെ നാശാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടീനിയം നിങ്ങൾ മഴ കൊള്ളുന്ന സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ 1 അടി ഉയരത്തിലെങ്കിലും നീക്കി വയ്ക്കാം, 1.5 അടി ഉയരത്തിലെങ്കിലും നീക്കി വയ്ക്കാൻ ശ്രമിക്കുക. കാരണം വെള്ളം തെറിച്ച് നേരിട്ട് മഴ കൊള്ളുന്നതിനേക്കാൾ അപകടകാരിയാണ് മണ്ണിലേക്ക് മഴ പെയ്ത് അതിൽ നിന്ന് തെറിച്ച് വരുന്ന മൺതരികളോടൊപ്പം വരുന്ന അണുക്കൾ. അപ്പോൾ അടീനിയം ഇഷ്ടത്തോടു കൂടി വളർത്തുന്ന അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി വളർത്തുന്ന അത്രയും താല്പര്യമുള്ള ആളുകൾ ഈ കെയർ ടിപ്പ് ശ്രദ്ധിച്ചുകൊണ്ട് ഈ വർഷം നിങ്ങളുടെ അടീനിയം ഒന്നും കേടുകൂടാതിരിക്കാനുള്ള ശ്രമം നടത്തുക. അതുകൂടാതെ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഈ മഴക്കാലത്ത് മറ്റു ജൈവവളങ്ങളൊന്നും നേരിട്ട് പ്രയോഗിക്കാതെ, രാസവളങ്ങളൊന്നും കാര്യമായി പ്രയോഗിക്കാത്ത ഒരു സമയത്തേക്ക് എത്തിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ മെയ് മാസത്തിൽ ആവശ്യമായ വളങ്ങൾ ആദ്യം ഒരു ഡെപ്പോസിറ്റ് പോലെ അടീനിയത്തിന് നൽകിയത്. ഇനി ഇതിൻ്റെ കട ഇളക്കി പുതിയ വളങ്ങൾ ഇടാനുള്ള ശ്രമം നടത്താതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. താങ്ക്